ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഈ ഒരു ടൈപ്പിലുള്ള ഇമേജസിൽ ടൈപ്പോഗ്രഫി ടെക്സ്റ്റ് എങ്ങനെ സിമ്പിളായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എടുക്കുക അതൊക്കെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിന് മുകളിൽ കൊടുക്കാനായിട്ടുള്ള ഒരു മലയാളം ടൈപ്പോഗ്രഫി ടെക്സ്റ്റ് എടുക്കാനായിട്ട് പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിൻട്രസ്റ്റിൽ നമ്മൾ ജസ്റ്റ് മഴക്കാലം ടൈപ്പോഗ്രഫി ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിൽ ടൈപ്പോഗ്രഫി ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ടെക്സ്റ്റ് ഓരോന്നായിട്ടും കിട്ടും. പിന്നെ ഓരോരുത്തർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ടെക്സ്റ്റ് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് സെലക്ട് ചെയ്യണം. ഞാൻ ഈ ഒരു ഇമേജിലുള്ള ടൈപ്പോഗ്രഫിയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനായിട്ട് ആ ഒരു ഇമേജ് ഷെയർ ചെയ്തതിനു ശേഷം കോപ്പി ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം പിൻട്രസ്റ്റ് ഇമേജ് ഡൗൺലോഡ് നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റായിട്ട് വരുന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഡായി വരുന്നത് കാണാനായിട്ട് പറ്റും. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിക്ക് ഡൗൺലോഡായി വരുന്നത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നേരത്തെ ഡൗൺലോഡ് ആക്കിയിട്ടുള്ള ഒരു ഇമേജിൻ്റെ മുകളിലുള്ള ഒരു ടെക്സ്റ്റ് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ക്രോമിൽ വന്നതിന് ശേഷം PNG മേക്കർ എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കുറേ വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും. അതിലിപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പൺ ആക്കിയിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ഓൺ ആക്കുക. ശേഷം നമ്മൾ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൽ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു വെബ്സൈറ്റിൽ PNG ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ PNG ഇവിടെ സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു PNG നമ്മൾ ഗാലറിക്ക് അയക്കാനായിട്ട് മുകളിൽ ഡൗൺലോഡ് എന്നുള്ള ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ആയി വരുന്നുണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ശേഷം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഒരു പിക്സാർട്ടാണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. പിക്സാർട്ടിൽ താഴെ ആഡ് ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ PNG ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ടൈപ്പോഗ്രഫി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഷാഡോ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതിൽ സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള ആ ഒരു ഷാഡോ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ആ ഒരു ഇമേജിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ടൈപ്പോഗ്രഫി അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതേപോലെയുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസിനായിട്ട് ഒന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും